നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നെനിക്ക് പറയുവാനുള്ളത് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നടന്ന എല്ലാ മലയാളികളെയും ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ ഒരു വളരെയധികം കൗതുകമുണർത്തുന്ന വളരെയധികം സംശയങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമായിരുന്നു നമ്മുടെ ഗോപൻ സ്വാമിയുടെ മരണം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ അത് ഒരിക്കലും സമ്മതിക്കുകയില്ല. സമാധി എന്നാണ്, അതായത് ഇത്രയധികം വിവാദമായ ഒരു സമാധി കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പറയാൻ. കാരണം ഇതിനു മുമ്പ് പലരും ഇന്ന് ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പല വ്യക്തികളും സമാധിയായിട്ടുണ്ട്. അവരുടെ ആ സമാധി സമയങ്ങളിൽ ഇത്തരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അന്നൊന്നും നമ്മൾ ജീവനോടെ ഉണ്ടായിരുന്നില്ല ഈ ഭൂമിയിൽ. അപ്പോ അതിനു മുമ്പ് നടന്ന വിഷയങ്ങളാണ്. നമ്മൾ ജീവനോടെ ഞാനെല്ലാം ജീവനോടെ ഇരിക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ് ഒരു സമാധി. അതായത് ഈ ഒരു സമാധി എന്ന് പറയുന്നത് ഒരു മക്കളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വാശിയാണ് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹത്തിന് ഉണ്ടാക്കിയതെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവരുടെ സംശയാസ്പദമായ ചില വാക്കുകളാണ്. ഈ മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത അവരുടെ ചില വാക്കുകൾ കേൾക്കാം. അതായത് ഈ മക്കൾക്കുണ്ടായിരുന്ന വാശി, ഒരു വാക്ക് ഈ അയൽവാസികളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പറയുവാനുള്ളത് ഈ അച്ഛൻ പറഞ്ഞിരുന്ന കാരണം മൊത്തത്തിൽ അവര് പ്രശ്നങ്ങളാണല്ലോ. പുറത്താരുമായി യാതൊരുവിധ സഹകരണവുമില്ല, ഒരു സമ്പർക്കവുമില്ല. ഒരാൾ മാത്രം പുറത്തു പോകുന്നു, ജോലി ചെയ്യുന്നു, രണ്ടാമത്തെ ആളും പോകുന്നു, ജോലി ചെയ്യുന്നു, കുറച്ച് ദൂരത്തിലൊക്കെ പോയി ജോലി ചെയ്യുന്നു, തിരിച്ചു വീട്ടിൽ വരുന്നു, മറ്റു പരിപാടികളൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളുമായി നല്ല സമ്പർക്കം പുലർത്തേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഇവർ അകൽച്ച പാലിച്ചത്? ഇതെന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? ഇദ്ദേഹം മരണപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ ഇവർ പതറുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? അതിന്റെ കാരണങ്ങൾ സത്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടതാണോ അതോ ഒരു കൊലയാണോ നടന്നത്? ഒരു മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ക്രൈം അവിടെ നടന്നു എന്ന് പലരും വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ആ കേസ് കൊടുത്ത വ്യക്തികളിൽ ഒരാൾ, രണ്ടുപേരാണ് കൊടുത്തത്. അതിൽ ഒരാൾ യേശുദാസ് എന്ന് പറയുന്ന അദ്ദേഹം ചില വാക്കുകൾ പറയുന്നു. അത് തീർച്ചയായും പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പരിസരത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് ഇങ്ങനെ ഒരു മരണമോ മറ്റു കാരണങ്ങളോ ഉണ്ടായാൽ തീർച്ചയായും അദ്ദേഹം ഇടപെടും. മറ്റൊന്നും കൊണ്ടല്ല, അത് സത്യസന്ധമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി. അപ്പോൾ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത്. എനിക്ക് ഈ പുള്ളിയായിട്ട് ഒരു 35 വർഷത്തെ പരിചയമുണ്ട്. ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി. ഗോപൻ സ്വാമി എന്നല്ല, യഥാർത്ഥ അയാളുടെ പേര് കിഷൻ എന്നാണ്. കിഷൻ. ഇവര് പ്ലാവളയിൽ താമസക്കാരനായിരുന്നു. അവിടെ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, 6 കിലോമീറ്റർ താമസമായത്. ഇവിടെ ഇവിടെ BMSന്റെ യൂണിയനിൽ ചേർന്ന് ഇവിടെ വസ്തു വാങ്ങിച്ച് വീട് വെച്ചു. അങ്ങനെയാണ് ഗോവൻ മണിയൻ എന്നുള്ള പേര് വന്നത്, യൂണിയനിലൊക്കെ ചേർന്നത്. അങ്ങനെയായിരുന്നു. ഇപ്പോഴേ കാണാനില്ല എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഒരു പോസ്റ്റ് അവിടെ അവരുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നിടത്തോടെ മതിലൊട്ടിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ വാർഡ് മെമ്പർ അറിയിപ്പിച്ചതും സ്റ്റേഷനിലെ അറിയിച്ചതും. ഗോവൻ സ്വാമി മരിച്ചു എന്ന് നിങ്ങളടക്കം ആദ്യമേ അറിയുന്നത് ഈ മക്കൾ പതിച്ച പോസ്റ്ററിന്റെ അറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ മിസ്സിംഗ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പരാതി കൊടുത്തതും. അവർ പരാതി കൊടുത്തതും ഇവിടെ വന്നു, പോലീസ് വന്നിട്ട് വീട്ടിൽ വന്ന് അന്വേഷണം ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് 2 മിസ്സിങ്ങിൽ കൊടുത്ത കേസ്. അങ്ങനെ കൊടുത്താണ് അന്വേഷണം വന്നതും. തിങ്കളാഴ്ച ആയിരുന്നു ഇത് തോണ്ടി എടുക്കാനായിട്ട് RTO എല്ലാം ഡെപ്യൂട്ടി കളക്ടർ എല്ലാം വന്നതും എടുക്കുകയൊക്കെ ചെയ്തപ്പോഴും ഇവർ തടസ്സം നിന്ന് പിന്മാറിപ്പോയത്. അങ്ങനെ വീണ്ടും ഇവര് നോട്ടീസ് എടുത്തില്ലെന്ന് പറഞ്ഞാൽ അവർ ഈ പ്ലാവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു അടിക്കേസ് ഇവർ കുടുംബമായിട്ട് അവിടെയുള്ള ആൾക്കാരെ അടിയും വെട്ടി നടത്തിയിട്ട് വന്ന പാർട്ടിയാണ്. അന്ന് കിഷൻ എന്ന് പറഞ്ഞാണ് പേര്. ഇവിടെ നിന്നാണ് ഗോവൻ മണിയൻ പേര് വന്നത്. അവിടെ നിന്ന് വന്ന് ഇവിടെ ഈ വസ്തു വാങ്ങിച്ചും വീട് വെച്ചും താമസിച്ച ഒരു മനുഷ്യനാണ്. അപ്പോഴും ഹിന്ദു വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഇവിടെ ആറൻമൂട് ഹിന്ദു മുസ്ലിങ്ങളുടെ അടിയടന്നപ്പോൾ തീവപ്പ് കേസിന് ഇവർ പ്രതിയാണ്. ഈ ഗോവൻ സ്വാമിയൊക്കെ പ്രതി സ്വാമിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പം ഇത് പറയേണ്ട ഇട വന്നുകൊണ്ടാണ് പറഞ്ഞില്ല. ഇത് ഞാൻ പറയില്ല. അത്ര സ്നേഹമായിട്ട് തന്ത മൂത്രം ഒഴിച്ചിട്ട് കിടന്നിട്ട് വീണ്ടും തുണി മാറി 1 മണിക്കൂർ കഴിയുമ്പോൾ മൂത്രം ഒഴിച്ചപ്പോൾ മൂത്ത വഴക്ക് പറഞ്ഞതും
ഒക്കെ അത് തൊട്ടടുത്ത വീട്ടിൽ കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പം മൂത്രമൊഴിച്ച് തുണി മാറിയില്ല, അതിനിടയ്ക്ക് വീണ്ടും മൂത്രമൊഴിച്ചു തുടങ്ങി. അങ്ങനെ സുഖമില്ലാതെ കിടന്ന് കണ്ണ് കാഴ്ചയും കുറഞ്ഞ ഒരാൾ എങ്ങനെ നടന്നു പോയി ഈ കോവിലിൽ ചെന്ന് കരിക്കും ജപിച്ച് കുടിച്ചെന്നുള്ള ഇതാണ് പറഞ്ഞൊരു സംശയമുള്ളത്. ഏകദേശം എത്ര നാളായിട്ട് ഈ നിങ്ങളടക്കമുള്ള അയൽവാസികളുമായിട്ട് ഈ യാതൊരു തരത്തിലുള്ള ഒരു അടുപ്പം ഒരു വർഷത്തിലധികമായി. ഒരു വർഷത്തിലധികമായിട്ട് അവരുടെ കുടുംബമായിട്ട് മാത്രം അവർ താമസിക്കുകയാണ്. അവരുടെ അമ്പലങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കും, പൂജകളൊക്കെ ചെയ്യും. നമ്മുടെ യേശുദാസ് ചേട്ടൻ പറയുന്നത്, ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിനോട് സഹകരിക്കുമായിരുന്നു. ഒറ്റ വാക്കിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞ കാര്യം അക്ഷരം പ്രതി മക്കൾ അനുസരിക്കുക എന്നുള്ളത് ഒരു അനുസരണയുള്ള മക്കളുടെ കർത്തവ്യമാണത്. ഒരു പിതാവിന്റെയും മാതാവിന്റെയും കടമകൾ നിറവേറ്റുക എന്നുള്ളത് അനുസരണയുള്ള മക്കളുടെ കടമകളാണ്. പക്ഷേ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന് അദ്ദേഹം ഒരുപക്ഷെ മറന്നിട്ടുണ്ട്. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിനോട് അടുക്കാൻ പോകുന്നു. ഈ സമാധി എന്ന് പറഞ്ഞാൽ മരിക്കുക, ജീവൻ വെടിയുക എന്നുള്ളതാണോ? സമാധി എന്നാൽ തൻ്റെ ജീവൻ ഈ ശരീരത്തിൽ ഒളിപ്പിക്കുക എന്നുള്ളതാണ് ആ സമാധി എന്ന് പറയുന്നതിന്റെ അർത്ഥം. അത് ഞാൻ പറഞ്ഞതല്ല, പല മഹർഷികളും ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഒരുപാട് പേർ സമൂഹത്തിൽ വന്ന് പറയുന്നുണ്ട് സമാധി എന്നാൽ മരണം എന്നല്ല അതിന്റെ അർത്ഥം. അതിന് വേറെയും ചില തലങ്ങളുണ്ട്. അപ്പോ ഈ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ ഈ ഇവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഡോക്ടർ തൊട്ട് അശുദ്ധമാക്കരുത്, മറ്റുള്ളവർ കാണാം. ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ ഇവർ കൊടുമുടിയിലാണ്. ഇവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഇവർക്ക് അന്ധമായ വിശ്വാസമാണ് ഇവരുടെ ഈ പ്രശ്നങ്ങളിലെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത്. ഇപ്പൊ നോക്കൂ, അദ്ദേഹത്തെ പുറത്തെടുത്ത് 8 ഡോക്ടർമാരാണ് വെട്ടി എല്ലാം പരിശോധിച്ച് അതിൻ്റെ ആന്തരിക അവയവങ്ങൾ പല പാർട്ടുകളായി എടുത്ത് തിരിച്ച്. അപ്പോൾ ഈ ഒരിക്കൽ പ്രതിഷ്ഠിച്ച, അതായത് സമാധി ഇരുത്തി മന്ത്രജപങ്ങൾ നടത്തി, ഞാൻ വിശ്വാസത്തെ കുറ്റം പറയുന്നതല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ ഇവരുടെ വിശ്വാസത്തെയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് അവർ തൊട്ടാൽ അശുദ്ധമാകും എന്ന് പറഞ്ഞ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ബോഡിയെ, സമാധിയെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 8 ഡോക്ടർമാർ 8 ഡോക്ടർമാർ വെട്ടി മുറിച്ച് ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് പരിശോധനകൾക്ക് പല സ്ഥലങ്ങളിൽ അയച്ചിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ട്യാ കണ്ണുകൊണ്ട് കാണാൻ മറ്റു പരിക്കുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് മാത്രമാണ് ആ ബോഡി തിരിച്ച് അവരെ ഏൽപ്പിച്ചത്. അപ്പോ ഇവർ സമാധി ഇരുത്തിയ, വളരെയധികം ശക്തിയോടെ ഇരുത്തിയ ആ വ്യക്തിയുടെ ശക്തി പോയില്ലേ? ഇനി ഒന്നുകൂടി അതിനെ സമാധി എന്നും പറഞ്ഞ് ഇരുത്തി. ഇതിനെ ചില സംഘടനകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഈ സപ്പോർട്ട് ചെയ്തപ്പോൾ അവര് വളരെയധികം മാധ്യമപ്രവർത്തകർ വളരെയധികം രീതിയിൽ ചോദിക്കുന്നുണ്ട്, ഇത് മരണപ്പെട്ടതാണോ അതോ സമാധിയാണോ? അപ്പോ അദ്ദേഹത്തിന്റെ മകൻ സദാനന്ദൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മരണപ്പെട്ടത് എന്ന് പറയല്ലേ ചേട്ടാ, സമാധി. യഥാർത്ഥത്തില് അവര് പറഞ്ഞതാണ് ശരി, സമാധി മരണപ്പെട്ടിട്ടില്ല, അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നു. അപ്പോ ഇതൊരു കൊലയാണ്, ക്രൈം, അതിൽ തർക്കമില്ല. എന്തെന്നാൽ ഇവർ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അത്. ഒന്ന് കാണാം. ഇപ്പോൾ വയസ്സാകുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എണീറ്റ് സ്പീഡായിട്ട് നടക്കാൻ പറ്റാത്തതാവും. പിന്നെ അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ ക്ഷേത്രം നട തുറക്കാതിരുന്നിട്ട് ഏകദേശം 3 വർഷമായി. അച്ഛൻ്റെ എന്താ പറയുക, ആ പ്രായം ചെന്നതിൻ്റെതും നടക്കാനായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടും കാരണം അച്ഛൻ ക്ഷേത്രത്തെ തുറക്കാണ്ടായി എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അച്ഛന് നടന്ന് അവിടെ പോയിരിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. സഹോദരൻ മരിക്കുമ്പോൾ പറയണ്ടേ? ഞാൻ അതാണ് സഹോദര ഞാൻ പറഞ്ഞത്. ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ കർമ്മം, അച്ഛൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അച്ഛൻ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ, മക്കളെ നിങ്ങളുടെ ഇത്രയും ഭാഗം ശത്രുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ ആരെയും വിളിക്കണ്ട. എൻ്റെ കർമ്മങ്ങൾ നമ്മൾ രണ്ടുപേരും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നല്ലേ? ഞാൻ ചോദിക്കുന്നതേ, ഇപ്പം നമ്മൾ മതവും ജാതിയൊക്കെ ഏതും ആയിക്കോട്ടെ, ഒരു സഹോദരൻ മരിക്കുമ്പോൾ സഹോദരി അറിയിക്കില്ല. സമാധിയാകുന്ന സമയത്ത് ഏകാഗ്രതയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. നമ്മളിപ്പം ധ്യാനം ചെയ്യുമ്പോഴേ ഏകാഗ്രതയാണ് ആവശ്യം. നമ്മൾ അച്ഛൻ ഏകാഗ്രതയോടുകൂടി ഇരുന്ന് ധ്യാനിച്ചിട്ടാണ് സമാധിയിലേക്ക് തൻ്റെ പ്രാണൻ ലയിക്കുന്നത്, ഈശ്വരനിൽ ലയിക്കുന്നത്. ആ പ്രാണം എവിടെയും പോകുന്നില്ല. അമൃതകല എന്ന് പറയുന്ന ആ ഒരു സഹസ്രതല പത്മത്തിൽ അടയ്ക്കുകയാണ് ചെയ്യണം, അല്ലാതെ വായിൽ കൂടെ അങ്ങ് പോവുകയല്ല പ്രാണൻ. അതാണ് മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിൽ പറഞ്ഞാൽ സമാധി ആയതിനു ശേഷം ഇവർ അറിയിക്കണ്ടേ ചടങ്ങുകൾ നടത്തുന്നതിന് മുമ്പ്?
സഹോദരിയെങ്കിലും അറിയിക്കണ്ടേ ഏറ്റവും കുറഞ്ഞത്. അത് അറിയിച്ചല്ലോ നമ്മൾ. അവർ കാണാനുള്ള അനുമതി കൊടുത്തോ? അതെങ്ങനെ? അതാണ് പറഞ്ഞത്, പറഞ്ഞു വരുന്നത്. ഈ സമാധി, അതാണ് പറഞ്ഞത്. സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയിലോട്ട് പോകുന്ന ഒരു ധ്യാന കർമ്മമാണ്. ആ ധ്യാന കർമ്മം ചെയ്യുന്ന സമയത്ത് ആരെയും വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ലെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. എങ്കിൽ അച്ഛൻ്റെ ധ്യാനം ആ സമാധി മുഹൂർത്തത്തിൽ നടക്കൂല. ചിലപ്പോൾ തെറ്റുണ്ടാവും. ഓരോരുത്തരും ഓരോ രീതി അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ആ സമാധിക്ക് ഭംഗം വരും. ഇപ്പം പൊളിച്ച് പരിശോധന നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. നടക്കൂല. അത് എന്തായിരുന്നാലും അത് സമാധി പവിത്രമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പവിത്രതയും സമാധിയുടെ പവിത്രതയും ഒക്കെ കളങ്കപ്പെടും. ഒരു സമാധി ആയിരിക്കുന്ന, ഇത്രയും പവിത്രമായിട്ടിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും? ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും? അത് എന്തോന്ന് ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു കീറും പോലെ. മരിച്ചൊന്നും നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ പറയരുത്. മരിച്ചിട്ടില്ല സമാധി. ഓക്കെ അങ്ങനെ സംസാരിക്കണം. സമാധിയായ ഒരാൾ, അയാൾ സമാധിയായെന്ന് തീരുമാനിക്കേണ്ട, ജീവൻ പോയി എന്ന് തീരുമാനിക്കേണ്ട ഡോക്ടറല്ലേ? ഒരിക്കലും ഡോക്ടർക്കൊന്നും തൊടാൻ പാടില്ല. അതൊന്നും ആ ഡോക്ടർ വന്ന് ഒരിക്കലും അത് ആ സമാധിയിൽ തൊട്ട് കളങ്കപ്പെടുത്താൻ പാടില്ല. സമാധിയുടെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് ഈ അറ പൊളിക്കാനുള്ള അനുമതി കളക്ടർ കൊടുക്കുകയും, അതായത് പിന്നെ അത് ഒരു കാരണവശാലും എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്നാലും അത് സമ്മതിക്കത്തില്ല. എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്ന, അതായത് ഞാൻ ആത്മാഹുതി ചെയ്തിരുന്നാലും ശരിയാണ്, ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോ അവര് പതറുന്നത് എന്തുകൊണ്ടാണെന്ന് അവര് തന്നെ പറയുന്നുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഒന്നുകിൽ അവരുടെ വായിൽ നിന്നും ഇതൊരു കൊലയാണ് എന്ന് വരുത്തി പുറത്തെടുക്കണം, അല്ലെങ്കിൽ അവർ ഇത് സമ്മതിക്കണം. ഇത് രണ്ടുമില്ലാതെ അവർ പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ കേൾക്കുന്ന നമുക്ക് മനസ്സിലായില്ല എന്നാണ് അതിൻ്റെ സത്യം. ഇനി ഇവർ പതർന്നതിൻ്റെ മറ്റൊരു വശം പറയാം. ഒരു പക്ഷേ അദ്ദേഹം കിടക്കയിൽ, അതായത് ഈ അയൽവക്കത്തെ യേശുദാസ് ചേട്ടൻ പറയുന്നത് ഒരു കാര്യമുണ്ട്. കുറെ നാളുകളായി കിടക്കപ്പായിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന വ്യക്തി എങ്ങനെയാണ് എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇരുന്നത്, അല്ലെങ്കിൽ കരിക്ക് ജപിച്ചു കുടിച്ചു, ഷുഗറിന്റെ മരുന്ന് കഴിച്ചു, നടന്നു വന്നെന്ന് പറയുന്നതിന്റെ ഒരു അപാകത. ഇതാണ് അവരെ കൊണ്ട് ഈ മാൻ മിസ്സിംഗ് കേസ് കൊടുക്കാൻ ഉണ്ടായ ഒരു കാരണം. വളരെ പെട്ടെന്ന് ഇവരൊരു ബോർഡും ഉണ്ടാക്കി വെച്ച് ആരെങ്കിലും ഒരാളിനെ വിളിച്ച് കാണിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നം ഉള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോ സമാധി യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിലുള്ള, ഇവര് അനിയനും ചേട്ടനും അമ്മയ്ക്കും ഇവർക്ക് എല്ലാവർക്കും സത്യാവസ്ഥ അറിയാം. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ഒരു ഭയമാണ് ഇവരെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മരണം സംഭവിച്ച വ്യക്തിയെ ഇവർ കൊണ്ടുവന്ന് ഇരുത്തി ആണ് ഒരു സമാധി എന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്തത് ആണെങ്കിൽ, അതായത് ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കി ഈ ക്ഷേത്രത്തെ ഒരു വലിയ തലത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ശ്രമിച്ചതാണോ, അതിൽ സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം തീർത്തും ഇദ്ദേഹത്തിന്റെ പ്രാണൻ തീർത്തും വെടിഞ്ഞിട്ടില്ല, പോയിട്ടില്ല എങ്കിൽ ഈ ആധുനിക കാലത്ത് ആ മനുഷ്യന്റെ മകൻ പറഞ്ഞ, അതായത് ആ പൂജാരി പറഞ്ഞതാണ്, ഞാൻ പല വിഗ്രഹങ്ങളിൽ പൂജിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് പ്രാണൻ വരുന്നത് കാണാം, അപ്പോൾ പ്രാണൻ പോകുന്നതും കാണാം. അപ്പൊ ഈ ആധുനിക കാലം വളരെ മണ്ടന്മാരാണല്ലോ ഈ ശാസ്ത്രജ്ഞന്മാർ. ഈ ഡോക്ടറൊക്കെ ഇവരൊക്കെ എന്തിനാണ് പഠിച്ചത്? ഒന്നിനും ഒരു ഉപയോഗമില്ല. ഈ ശാസ്ത്രമൊക്കെ ഇത്രയധികം വളർന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഒരു പൂജാരിക്ക് പ്രാണൻ വരുന്നതിനെ കാണാൻ കഴിയുമെങ്കിൽ പ്രാണൻ പോകുന്നതിനെയും കാണാൻ പറ്റും. ഭയങ്കര തേജസ് മുഖത്ത് ആ സമയം ഉണ്ടായ, അതൊക്കെ ഈ മനുഷ്യന്റെ വാക്കുകളുടെ ഫാൾട്ടുകളാണ് ഈ മറ്റുള്ളവരെ, അതായത് പരിസരവാസികളെ സംശയത്തിന്റെ നിഴലിൽ അവരെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഇവരുടെ വാക്കുകളാണ്. പക്ഷേ ഈ വാക്കുകൾ പറഞ്ഞതിന്റെ കാരണം ഇവർ അന്ധവിശ്വാസമാണ്, ഇവർക്ക് അമിതമായ വിശ്വാസം. ആ അമ്മ പല പ്രാവശ്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ശിവൻ വെട്ടിക്കീറും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? വെട്ടിക്കീറും. ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, എല്ലാം ഭഗവാൻ നോക്കിക്കോളും, എന്നെ പിടിക്കണ്ട, ശിവൻ നോക്കിക്കോളും, എന്നെ പിടിച്ചോളും, നിങ്ങൾ എന്നെ ചോദിക്കണ്ട, ഞാൻ കള്ളം പറയുകയാണെങ്കിൽ ശിവൻ വെട്ടിക്കീറും, അത്രയ്ക്കും ശക്തിയുള്ള. അപ്പോൾ ഇവർക്ക് ഏത് വിധേനയും ഈ ക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവരണം. അതിന് ഇവര് കണ്ടെത്തിയ ഒരു മാർഗമാണിത്. കാരണം കൂടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ സമാധിയിരിക്കുമെന്ന്. ഹൈന്ദവ ആചാരങ്ങളെ കരിവാരി തേക്കുവാനുള്ള ശ്രമം നടന്നുവെന്ന് ശ്രമം നടന്നുവെന്ന് പോലും താങ്കൾ പറയുകയുണ്ടായി. ഒരു മരണം സംഭവിച്ചപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? അതല്ല ഞാൻ പറയാം. ഇപ്പൊ ഒരു കാര്യം,
ആ കുടുംബം എന്ന് പറയുന്നത് അവരറിഞ്ഞില്ല, അവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ വളരെ വലിയ ഒരു വിശ്വാസ തീവ്രതയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ കറച്ച് നമ്മുടെയൊക്കെ ലോജിക്കിന്, സാധാരണ മനുഷ്യരുടെ ലോജിക്കിന് വഴങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും ഉണ്ടാവില്ല എന്നും നിങ്ങൾക്കറിയാം. ഹൈന്ദവാചാരങ്ങളെ കരിവാരി തേക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞതിനുള്ള മറുപടി കൂടി. ആ ഹൈന്ദവാചാരങ്ങളെ, അതായത് ഇതിൻ്റെ അകത്തൂടെ എന്താണ് പറയുക? കാര്യം ആൾക്കാരുടെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, അവർ നമ്മുടെയൊക്കെ ഒരു സാമാന്യ ലോജിക്കിനെ വഴങ്ങുന്ന രീതിയിൽ, സാമാന്യ ലോജിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലല്ല അവരുടെ പ്രതികരണം. ഞാൻ പറഞ്ഞല്ലോ, അവര് ഈ ഇദ്ദേഹത്തിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവർ ആ തീവ്രമായ ഒരു വിശ്വാസ തീവ്രതയിൽ ജീവിക്കുന്നവരാണ്. ഉണ്ടായിരിക്കാം, സമാധി ആയിരിക്കാം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണ് നടന്നത്? അതിന് ഇപ്പൊ അവര് ഭയങ്കര ആഘോഷമായി ഇതിനെ മഹാസമാധിയൊക്കെ ആക്കി നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ചില സംഘടനകൾ അവർക്ക് സപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്, അതിനും മുമ്പ് ഈ സംഘടനകൾ സപ്പോർട്ട് ചെയ്തതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് അവർ മുസ്ലിം തീവ്രവാദികൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നൊക്കെ പറഞ്ഞത്. ഇവർക്ക് വഴി കൊടുത്തതും ഈ ക്ഷേത്രത്തിന് സഹായിച്ചതും ഇതിലൊരു മുസ്ലിമും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നാം മറക്കരുത്. അവിടെ അന്ന് തൊട്ട് ഈ പ്രശ്നം അവസാനിക്കുന്ന സമയം, അവസാനിച്ചിട്ടില്ല എന്നിരുന്നാലും ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയം വരെയും പല മതത്തിൽപ്പെട്ട ആൾക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മതമല്ല പ്രശ്നം, ചേട്ടന്റെ മരണമാണ് പ്രശ്നം. അത് മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങളെ വിശ്വാസത്തിൽ ഞങ്ങൾ യാതൊരു തരത്തിലും കൈകടത്തുന്നില്ല, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക്. തീർച്ചയായും അവരുടെ വിശ്വാസം അവർക്ക്. ഒറ്റ വാക്ക് മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് സമാധി ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരാളിനെ വിളിച്ചു കൊണ്ടുവന്ന് കാണിക്കുകയോ, പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ പരിസരവാസികളെയോ പോലീസിനെ വിവരം അറിയിച്ച് ഒന്നും വേണ്ട, ഒരു വീഡിയോ എങ്കിലും എടുത്തു വെച്ചിരുന്നെങ്കിൽ, ഒരു ഫോട്ടോ എങ്കിലും എടുത്തു വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. പിന്നെ സംഘടനകൾ ആദ്യം ഇവർക്ക് സപ്പോർട്ട് ചെയ്തെങ്കിലും സംഘടനകൾ നൈസായിട്ട് പിന്മാറിയതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ഒറ്റ ചോദ്യമാണ്. ഇവർ ഈ സമാധി പൊളിക്കുന്നതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കണമെന്ന് കൊടുത്ത അപേക്ഷയിൽ കോടതി ചോദിച്ച ഒറ്റ ചോദ്യം, അദ്ദേഹം മരണപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഭയങ്കര വലിയ ചോദ്യമാണ്. കാരണം ഈ മക്കള് ഇദ്ദേഹത്തിന്റെ മക്കളാണെന്ന് അവസാനം തെളിയിക്കണം. ഇതെങ്ങനെ തെളിയിക്കും? ഇദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്ന വ്യക്തിയെ കാണാനില്ല. അതിനാണല്ലോ മാൻ മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ മരണപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അല്ലെങ്കിൽ അവരുടെ സ്വത്തുവകകളോ മക്കൾ എന്നുള്ള നിലയിലോ ഭാര്യ എന്നുള്ള നിലയിലോ അദ്ദേഹത്തിന് യാതൊരുവിധ ബാധ്യതയുമില്ല എന്ന് കോടതി അവസാനം വിധിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കോടതി ചോദിച്ചത് ഒറ്റ ചോദ്യം, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അപ്പോ ഇല്ലെങ്കിൽ പൊളിക്കുക. പിന്നെ പൊളിക്കുന്നതിൽ എന്താണ് കുടുംബത്തിന്റെ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഇവർ പ്രതീക്ഷിച്ചതുപോലെ എന്തെങ്കിലും അപാകത അവിടെ സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഇവര് അന്ന് തന്നെ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളോ കോലാഹലങ്ങളോ ഈ ലോകം മുഴുവനും അറിയേണ്ട. ഇപ്പൊ ലോകം മുഴുവനും അറിഞ്ഞ് അദ്ദേഹത്തെ മഹാദൈവമായി പ്രഖ്യാപിച്ചു. ഒരു മനുഷ്യൻ ദൈവമായി മാറുന്ന ഒരു അവസ്ഥ നോക്കിക്കൊള്ളണം. അതും ഈ 2025 ഒരു മനുഷ്യൻ ദൈവമായി മാറുന്നു. അങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. ഇത് എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം ഈ സംഘടനയുടെ ഒരു മുതിർന്ന നേതാവ് ചോദിക്കുന്നതായിട്ട്, ഒരു പാവപ്പെട്ടവൻ, ഒരു കൂലിപ്പണിക്കാരൻ എന്തുകൊണ്ട് ദൈവവിശ്വാസിയായി മാറിക്കൂടാ? തീർച്ചയായും അതിന് ഈ സമാധി എന്ന് പറയുന്ന ഘട്ടത്തിൽ എത്തിച്ചേരാൻ ഒരുപാട് കടമ്പകളുണ്ട്. ഒരു സാധാരണ ലൗകിക ജീവിതം ജീവിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരിക്കലും ഇത്തരത്തിലൊരു സമാധി എന്ന് പറയാൻ, ഒരു സ്വാമി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സമൂഹത്തിന് പലതരത്തിലുള്ള നല്ല സന്ദേശങ്ങൾ നൽകണം. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കണം. ഇവര് ദുർമന്ത്രവാദങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇതില് മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഇതിൽ അടിമുടി ദുരൂഹതകളാണ്. അതായത് ഇനി ഇതിന്റെ ആന്തരിക അവയവങ്ങളുടെ റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.